ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. നമുക്കിന്ന് വിധിരൂപ് എന്താണെന്ന് മനസ്സിലാക്കാം. വിധിരൂപ് എന്താ ഈ വിധിരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആജ്ഞ, അനുവാദം, അപേക്ഷ, ഉപദേശം ഇവയെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രിയാരൂപം, അതിനെയാണ് നമ്മൾ പറയുന്നത് വിധിരൂപം എന്ന്. മനസ്സിലായില്ലേ? ആജ്ഞ, അനുവാദം, അപേക്ഷ, ഉപദേശം ഇവയൊക്കെ പറയാൻ വേണ്ടി അല്ല ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപം. അത് മുഖ്യമായിട്ട് നമ്മൾ വിധിരൂപത്തിൽ ഉപയോഗിക്കുന്നത് തു, തും, ആപ് എന്നാണ്. എന്ന 3 മധ്യമപുരുഷ സർവനാമങ്ങളാണ് വിധിരൂപത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? തു, തും, ആപ് എന്ന മധ്യമപുരുഷ സർവനാമം. അതാണ് നമ്മൾ കർത്താക്കളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഉദാഹരണം നോക്കാം. ഇത് കണ്ട നിങ്ങൾ തു ആ, തും ആവോ, ആപ് ആയേ. കണ്ടില്ലേ? തൂന്ന് വരുമ്പോൾ ആന്ന് വരുന്നു, തും എന്ന് വരുമ്പോൾ ആവോ, ആപ് എന്ന് വരുമ്പോൾ ആയേ എന്ന് വരുന്നു. തു ആന്ന് പറയുമ്പോൾ നീ വരൂ, നിങ്ങൾ വരുവിൻ, താങ്കൾ വന്നാലും എന്നുള്ള അർത്ഥം അല്ലേ? തും വരുമ്പോൾ ആവോ അല്ലേ, നിങ്ങൾ വരുവിൻ. ആയേ, ആപ്പ് വരുമ്പോൾ ആയേ, താങ്കൾ വന്നാലും. അതാണ് ഇങ്ങനെയാണ് വരിക വിധിരൂപം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് തു എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കിയെടുക്കാം. തു എങ്ങനെയാണ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? നമ്മൾ തു എന്നത് കുട്ടികളെ, ഭൃത്യന്മാരെ, ചിലപ്പോൾ നമ്മൾ ദൈവത്തിന് തു എന്നാണ് സംബോധന ചെയ്യുക അല്ലേ? അതുപോലെ തുമ്മോ, തുമ്മ നമ്മളെ പോലെയുള്ളവർ അല്ല, സമന്മാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ? ആപ്പ് നമ്മൾ സംപൂജ്യരായവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലേ? അങ്ങനെയല്ലേ ഉപയോഗിക്കുക. അപ്പം നമുക്ക് തു ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. ഇത് കണ്ടില്ലേ? तू जा, तू आ, तू पढ़, तू सो, तू कर, तू दे, तू ले, तू पी. എന്താ അതിൻ്റെ എല്ലാം അർത്ഥം? നീ വാ, നീ പോ, നീ പഠിക്ക്, നീ ഉറങ്ങ്, നീ ചെയ്, നീ കൊടുക്ക്, നീ എടുക്ക്, നീ കുടിക്ക് അല്ലേ? എന്നൊക്കെയാണ് തു എന്ന് വരുമ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ കണ്ട, നമ്മൾ പൊതുവേ തു എന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. അടുത്തെന്തായിരുന്നു? തും എന്ന് വെച്ചിട്ട് അല്ലേ? അടുത്തത് നമുക്കെന്താ? തും എന്ന് വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. അപ്പം തും കർത്താവായിട്ട് വരുമ്പോൾ പൊതുവേ നമ്മൾ പണ്ട് കാലത്തെ പഠിച്ചതാണ്. തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടിയിട്ട് എന്താ ചേർക്കുക? ഓ എന്ന് ചേർക്കും അല്ലേ? ക്രിയാധാതു പ്ലസ് ഓ അല്ലേ? നമ്മൾ മുന്നേ പഠിച്ചതല്ലേ? നോക്കാം നമുക്ക്. കണ്ടില്ലേ ഇവിടെ കുട്ടികളെ? എന്താ തും വരുമ്പോൾ എന്തെല്ലാം വന്നേ? തും കർ പ്ലസ് ഓ, കർ പ്ലസ് ഓ എന്നുള്ള എന്തായി മാറി കുട്ടികളെ? കരോ അല്ലേ? അതുപോലെ തും ജാ പ്ലസ് ഓ, ജാവോ. തും പി പ്ലസ് ഓ, പിയോ അല്ലേ? പിയോ എന്നല്ല വന്നല്ലേ? അടുത്ത ഭാഗം വള്ളി അല്ലേ? പിയോ. തും സോ, തും പഠോ അല്ലേ? പട് പ്ലസ് ഓ എന്ന് വരുമ്പോൾ പഠോ എന്ന് വന്നു അല്ലേ? അപ്പം തും വരുമ്പോൾ പ്രത്യേകം കണ്ടല്ലോ, നമ്മൾ ക്രിയാധാതുവിനോടുകൂടി ഓ എന്ന് ചേർക്കുന്നു അല്ലേ? ഇനി നമുക്ക് ആപ്പ് എങ്ങനെയാണ് വരിക നോക്കാം അല്ലേ? ആപ്പിനോട് നമ്മൾ എന്താ ചേർക്കുന്നത്? ആപ്പ് വരുമ്പം ഇയേ എന്ന് ചേർക്കുന്നു അല്ലേ കുട്ടികളെ? ഇയേ. ആപ്പ് ക്രിയാധാതുവിനോട് കൂടിയിട്ട് ഇയേ ചേർക്കുന്നു. ഇവിടെ കണ്ട ആപ്പ് ദേക്ക് പ്ലസ് ഇയേ, അപ്പോൾ എന്താ വരിക? ദേക്കിയേ അല്ലേ? അതുപോലെ ആപ്പ് പട് പ്ലസ് ഇയേ എന്ന് വരുമ്പം പഠാ പ്ലസ് ഇയേ എന്ന് പറയുമ്പം പഠായിയേ അല്ലേ? ആപ്പ് പഠായിയേ എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ആപ്പ്
പ്ലസ് എ, ആ എ എന്നും വന്നു അല്ലേ. അടുത്തതോ ആപ് സുൻ പ്ലസ് എ, എന്താവുന്നത് സുനിയെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വിധിരൂപങ്ങളുണ്ട്, കുറച്ച് ക്രിയകളുണ്ട്. അതേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെയാ അത്? ഇവിടെ കണ്ടില്ലേ കുട്ടികളെ, കാണുന്നില്ലേ? കർ, ദേ, ലേ, പി. ഈ ക്രിയകൾ വിധിരൂപത്തിൽ സാധാരണ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് വരിക. നമുക്ക് നോക്കാം. ഇവർക്കൊന്നും വലിയ നിയമമൊന്നും ബാധകമല്ല. നമുക്ക് നോക്കാം. കർ വരുമ്പോൾ എന്താ വരിക? തൂ കർ, തൂ ദേ. അതെ, തൂ കർ എന്ന് വരുമ്പോൾ തൂ കർ, തും കരോ, ആപ് കീജിയേ. കാരണം ആപ് കീജിയേ എന്നാണ് വന്നത്. ഇനി തൂ ദേ എന്ന് വരുമ്പോൾ എന്താ വരുന്നത് കുട്ടികളെ? തൂ ദേ തും ദോ എന്നാണ് വരുന്നത്. ആപ് ദീജിയേ. അപ്പം തൂ ലേ എന്ന് വരുമ്പോഴോ തും ലോ, ആപ് ലീജിയേ. അതുപോലെ തും പിയോ, ആപ് പീജിയേ എന്നാണ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് മത്ത് എന്ന പ്രയോഗം. അപ്പം മത്ത് എന്താ വിധിരൂപത്തിൽപ്പെടുന്നതാണ്. മത്ത് എന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധിരൂപത്തിൽപ്പെടുന്ന മറ്റൊരു എന്താ ക്രിയയ്ക്ക് മുന്നിൽ ചേർക്കുന്ന ഒരു വാക്കാണ് മത്ത്. നമുക്ക് നോക്കാം. മത്ത് യഹാ മത്ത് ഖേൽ. കണ്ടില്ലേ കുട്ടികളെ? തും മത്ത് ജാവോ, ആപ് മത്ത് ജായേ. ആപ് ന ജായേ എന്താ അർത്ഥം? യഹാ മത്ത് ഖേൽ എന്നാൽ ഇവിടെ കളിക്കരുത്, നിങ്ങൾ പോകരുത്, താങ്കൾ പോകരുത് അല്ലേ, താങ്കൾ പോവല്ലേ എന്നുള്ള അർത്ഥം അല്ലേ, പോവരുത് എന്നുള്ള അർത്ഥമാണ് മത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് വിധിരൂപം, വിധിരൂപം ഏതൊക്കെ സർവനാമത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അല്ലേ. എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന്